നീ നേടേണ്ടതൊക്കെ നേടിയിട്ടുണ്ട്. ടെൻഷൻ അടിച്ചിട്ട് ഉള്ള കാര്യം കൂടി ചെയ്യാൻ കഴിയാത്ത കോലത്തിലായിട്ടില്ല. അങ്ങനെയാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആര് തീരുമാനിച്ചു? അള്ളാഹു തീരുമാനിച്ചു. അടിത്തറ എങ്ങനെയാണ്? ലോ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ കതബഹുല്ലാഹു ലക്. കേറി തലേക്ക് അങ്ങോട്ട് ഫീഡ് ചെയ്ത് കയറ്റിയത്. ഈ ലോകത്തെ എല്ലാവരും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ആ ഉപകാരം നിന്നിലെത്തുകയില്ല. നേരെ തലേക്ക് അങ്ങോട്ട് കയറ്റി, നേരെ അങ്ങോട്ട് തലേക്ക് കയറ്റിയിട്ട് തലേ അങ്ങോട്ട് കയറണം. തന്നെ സമാധാനം. ഇനി എന്താ ഇങ്ങോട്ട് വാ, എൻ്റെ കാര്യത്തിന് തന്നെയാണ് എന്ന് പറഞ്ഞ് വല്ലാതെ നീ ആവശ്യമുള്ള പള്ളിയിൽ കയറുക, നീ ജമാഅത്തിന് വേണ്ടി പോവുക. അപ്പം പള്ളിയിൽ കയറുന്ന നേരത്തെ ഒരുത്തൻ വിളിച്ചു, ഒന്ന് വാ, വന്നാൽ നിനക്ക് വലിയ കാര്യമാണ്, നിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം നിനക്ക് ഇത് ചിന്തിക്കാം, എൻ്റെ ആവശ്യത്തിനാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഇതാര് വിളിച്ചതാണ്? അള്ളാഹുവിൻ്റെ പുണ്യനബി അള്ളാഹുവും റസൂലും വിളിച്ചതിന് പോവുകയാണ്. ഇനിയോ ولو اجتمعت الجن والإنس على أن يضروك بشيء لم يضروك إلا بشيء كتبه الله عليك. ഈ നാട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ചു, ഫറോക്കുകാർ പേട്ടക്കാരെല്ലാവരും കൂടി തീരുമാനിച്ചു എനിക്കൊരു ഉപദ്രവം ഉണ്ടാക്കി വെക്കണം. സാധ്യമല്ല. അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും കൊണ്ടുവരാൻ സാധ്യമല്ല. പിന്നെന്താ ടെൻഷൻ അടിക്കേണ്ട പ്രശ്നം ഇതിലില്ല, ഒന്നുമില്ല. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂവ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാക്കി തരാം. വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂവ. മനുഷ്യൻ പൊതുവെ ഒരു തരം വെപ്രാളിയാവുന്നു. ഭയങ്കര വെപ്രാളാണ് മനുഷ്യനൊരു വെപ്രാള. അതായത് ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ. ഭയങ്കര വെപ്രാള മനുഷ്യന്. അതായത് വെപ്രാളത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വെപ്രാളം എന്ന് പറഞ്ഞാൽ ഇതാ മസ്സഹു ശർറു ജസൂഅ, ആപത്ത് ഉണ്ടെങ്കിൽ അവന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആപത്ത് വരാതിരിക്കാൻ വേണ്ടി ടെൻഷൻ അടിക്കും. ആപത്ത് വന്നാലും വലിയ ടെൻഷൻ അടിക്കും. ഇതൊക്കെ തന്നെയാണ് സമാധാനക്കേട്. എന്തെങ്കിലും കിട്ടിയാലോ ആർക്കും കൊടുക്കില്ല. കാരണം കൊടുത്താൽ പിന്നെ എനിക്ക് അത്രയും കുറഞ്ഞിട്ട് പിന്നെ ആ ആപത്തിൻ്റെ ഒരു ദിവസം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? അവൻ പ്രശ്നം. കിട്ടാതിരുന്നാലും പ്രശ്നം, പറ കിട്ടിയാലും പ്രശ്നം. ഇതന്നെയല്ലേ നമ്മളെ പ്രശ്നം. ഇല്ലൽ മുസല്ലീൻ ഇല്ലൽ മുസല്ലീൻ ഇല്ലൽ മുസല്ലീൻ. യഥാർത്ഥ നമസ്കാരക്കാർക്ക് രണ്ട് കുഴപ്പവും ഉണ്ടാവില്ല. നമസ്കാരം. ഓഹോ. അപ്പോൾ മനസ്സിൻ്റെ ഉത്തമമായ സമാധാനത്തിൻ്റെ പ്രതലത്തിലെത്തുമ്പോഴേ നിസ്കാരാവുന്നുള്ളൂ. അങ്ങനെയുണ്ട്. ഭയങ്കര അങ്ങനത്തെ നിസ്കാരം പഠിച്ചവന് വേണ്ടു. അതാണ് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്ന് പറഞ്ഞു. നിങ്ങളെ മനസ്സെവിടെ? അത് അല്ലാഹു നോക്കുക. നോക്കൂ ഒന്നും കൂടെ. സൂറത്തുൽ മആരിജിൽ നിന്ന് ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂവ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ. അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് നേരത്തെ നമ്മൾ കണ്ടത്. ഒരു ടെൻഷനുമില്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. എന്ത് പ്രശ്നം? ഒന്നുമില്ല. എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെന്ത്? കിട്ടിയിട്ടില്ലെങ്കിലോ പ്രശ്നമില്ല, കിട്ടിയാലോ അതും പ്രശ്നമില്ല. കിട്ടുകയും ചെയ്യാം, കിട്ടാതിരിക്കുകയും ചെയ്യാം. പിന്നെന്താ ഉള്ളത്? ഒന്നുമില്ല. അല്ലാഹു തആല ഈ ഒരു ബോധത്തിലെത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ, അല്ലാഹു ബോധം തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് തന്നെ ഒരു ടെൻഷനുമില്ല, ഒന്നുമില്ല. ഇന്ന് ഏറിയ കുറേ നിസ്കരിക്കുന്നവരിൽ ഈ സോക്കേടിനെ നമ്മൾ കാണുന്നു. സത്യത്തിൽ നിസ്കരിക്കുന്നവർക്കാണ് ഇതിൽ ഏറ്റവും വലിയ സോക്കേട് കാണുന്നത്. ഒരു സമാധാനം ഉണ്ടാവില്ല, ഒന്നിലുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സമാധാനമാണ് സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ലാഭം. അവിടെ എത്തിയാലേ മൂമിനാവും. അള്ളാഹു ഒരിക്കലും നമ്മെ ഒന്നും ചെയ്യൂല. അള്ളാഹു നമ്മെ ആക്രമിക്കൂല. ഒരു കാര്യം ഉറപ്പ്. നോക്കൂ,
ഒരു കാര്യം ഉറപ്പ്. സൂറത്ത് യൂനുസിന്റെ 44-ാമത്തെ വചനം, അള്ളാഹു നിനക്കൊന്നും വരുത്തി വെച്ചിട്ടില്ല, നീ നിനക്ക് വരുത്തി വെച്ചതാ. നിന്റെ സമാധാനം പോയോ? കാരണം നീയാണ്. അങ്ങനെയാ. നിനക്കെന്തെങ്കിലും കുഴപ്പം വന്നോ? നീയാ കാരണം. അള്ളാഹു നിനക്കൊരിക്കലും ഒരു ആപത്തും വരുത്തി വെക്കില്ല. ഇത് ഒന്നാണ്. നിങ്ങളിൽ ഒരാളും മരിക്കരുത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമില്ലാതെ മരിക്കരുത് എന്ന് പുണ്യനബി. അത് ഭയങ്കര. എപ്പോൾ മരിക്കും? എപ്പോഴും മരിക്കും. അപ്പോൾ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വേണം. നല്ല വിചാരം. എനിക്ക് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ കാരണം ഞാനാണ്. അതുകൊണ്ട് എൻ്റെ കുഴപ്പം പരിഹരിക്കാനുള്ള അടിസ്ഥാനവും ചെയ്യേണ്ടത് ഞാനാണ്. മാറേണ്ടത് ഞാനാ മാറേണ്ടത്. ഒന്നും അള്ളാഹു മാറേണ്ടതില്ല. അള്ളാഹു ഒരിക്കലും നിനക്ക് നല്ലതല്ലാതെ ചെയ്യൂല. പിന്നെ നിനക്ക് ആപത്തുണ്ടോ? കാരണം നീയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് നിനക്കങ്ങോട്ട് തലേ കയറ്റണം. നമ്മളെത്ര നന്നായിട്ട് എന്താ അള്ളാഹു എന്ത് വിധിച്ചാൽ നമ്മളെന്ത് ചെയ്യുക? ഈ ചിന്ത ഉണ്ടാവരുത്. ഇതെല്ലാവരും പ്രശ്നമാണ്. അള്ളാഹു ഒരാളോട് ആക്രമണം ചെയ്യൂല. നിങ്ങളിൽ ഒരാളും മരിക്കരുത് ഇല്ലാ വഹുവ യുഹ്സിനുള്ളന്ന ബില്ലാ. ഇത് ഭയങ്കര. അള്ളാഹിനെ പറ്റി നല്ല വിചാരമല്ലാത്ത നേരത്തെ ഒരാൾ മരിച്ചാൽ അവൻ്റെ കഥ കഴിഞ്ഞു. നരകം ഉറപ്പാണ്. ഈമ ഒരിക്കലും കിട്ടൂല. അള്ളാഹു കാക്കട്ടെ. എപ്പോഴാണ് മരിക്കുക? എപ്പോഴും മരിക്കും. അപ്പോൾ എപ്പോഴും അള്ളാഹിനെ പറ്റി നല്ല ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ചില കുഴപ്പങ്ങളുണ്ട്. അതിന് കാരണം പറ ഞാൻ തന്നെയാണ് മാറേണ്ടത്. അള്ളാഹിൻ്റെ നിയമമല്ല. അള്ളാഹിൻ്റെ ഖലാവിൽ ഒന്നും മാറേണ്ടത് ഞാൻ തന്നെയാണ്. കാരണം അള്ളാഹു എനിക്ക് നല്ലത് വിരിക്കും. ഇന്ന് സൂറത്തുൽ യൂനുസ് 44-ാമത്തെ വചനം. അള്ളാഹു തആല ഒരിക്കലും ഒരാളോട് ഒരല്പത്തിൻ്റെ കാര്യത്തിൽ പോലും അക്രമം ചെയ്യൂല. അള്ളാഹു ഒരു അക്രമം ചെയ്യുന്ന പ്രശ്നമില്ല. നിനക്ക് നല്ലതല്ലാതെ അള്ളാഹു തആല ചെയ്യൂല, ഒരിക്കലുമില്ല. എന്നാൽ പിന്നെ ചില അനർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അത് അവരവരോട് തന്നെ കാണിച്ച അപരാധമാണ്. കാരണം അള്ളാഹു ഒന്നും ചെയ്യും. അപ്പോൾ ഒന്നും മാറ്റേണ്ടയില്ല, ഒന്നുമില്ല. നമ്മളെത്ര നന്നായിട്ട് എന്താ എന്ന ചിന്ത നമ്മളിലൊരു സ്വഭാവമുണ്ട്. നമ്മളെത്ര നന്നായിട്ട് എന്താ ശരിയാവില്ല. എൻ്റെ തലയിലേറ്റ് ഇങ്ങനെയാണ്. തലയിലേറ്റ് എങ്ങനെയല്ല, തലയിലേറ്റ് നാശാക്കിയത് നീ തന്നെയാണ്. എന്തെങ്കിലും നിൻ്റെ കാര്യത്തിൽ ഒരു ഖലാ ഉണ്ടെങ്കിൽ ആ ഖലാഇനെ തന്നെ നന്നാക്കാൻ നിനക്ക് കഴിയും. എത്ര നല്ല സന്തോഷം ഉണ്ടാവും. ഒരു രോഗിയെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ ചെന്നു. രോഗത്തെ ശപിച്ച് പറയുന്നത് കേട്ടു. സുബ്ഹാനല്ലാഹ്. പുണ്യനബി പറഞ്ഞു, എത്ര നേട്ടമുണ്ടായിരുന്നു ഈ മനുഷ്യന്. ആ രോഗത്തിൻ്റെ അയാൾ ശപിക്കുന്ന ഭാഷ ഒഴിവാക്കിയിട്ട് ഫസബറ, അയാൾ ക്ഷമിച്ചിരുന്നെങ്കിൽ. മനസ്സിലായില്ല. ഒരാൾക്ക് ഇപ്പോൾ തലയിലേറ്റ് നല്ല ഒരു രോഗമാണ് വന്നു. അള്ളാഹു അതിനും അവനവൻ്റെ കാരണം ഉണ്ടാവും കേട്ടോ. അത്ര ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെയും കാരണം അവനവൻ തന്നെയായിരിക്കും. നമുക്ക് രോഗം വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു നിലക്ക് നമ്മൾ തന്നെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസറുള്ള ഒരു പ്രദേശം മലബാറാണ്. കാരണം അതിന് കാരണമുണ്ട്. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട്. എന്താ കാരണങ്ങൾ ഇത് തന്നെയാണ്. നമ്മളുടെ ഭക്ഷണ രീതി, നമ്മുടെ മറ്റു കാര്യങ്ങൾ, അതിലൊന്നും ഒരു വ്യവസ്ഥ നമുക്കില്ല. ഓരോന്നും നമ്മുടെ ചില അമിതമായ ചില കാര്യങ്ങളിലുള്ള നമ്മുടെ ഉപയോഗങ്ങൾ, ഇതൊക്കെ തന്നെ. ഉദാഹരണം, ഒരു മനുഷ്യൻ ഇന്ന് എത്രയാണ് ഈ ഒരു റേഡിയോ പ്രസരണം തൻ്റെ തലയ്ക്ക് ഇങ്ങനെ കയറ്റി വന്ന് എത്ര ഒരാൾ മൊബൈൽ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ നാശങ്ങളാണ് ഉണ്ടാവുന്നത്. ഇനി അവൻ്റെ തലച്ചോറിന് വല്ല അബദ്ധം സംഭവിച്ചാൽ ചില സെല്ലുകൾ തകർന്നു പോയ ഉത്തരവാദി അവൻ തന്നെയല്ലേ. അതുകൊണ്ട് ചിന്തിക്കണം അടിസ്ഥാനപരമായി. ഇനി ഒരാൾക്ക് രോഗം വന്നു എന്ന് വെക്കുക, പിന്നെന്താ അതിൽ സമാധാനക്കേടുണ്ടായിട്ട് കാര്യം എന്താ? النبي صلى الله عليه وسلم رجلا يلعن الداء وهو مريض. ഒരാൾ രോഗിയാണ്, രോഗത്തെ ശപിച്ചുകൊണ്ടിരിക്കുന്നത് പുണ്യനബി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു ലൗ സബറ, അയാൾ ക്ഷമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടി പറയുന്നില്ല. വിഷയം അങ്ങോട്ട് പറയണമെങ്കിൽ മണിക്കൂറുകൾ ഇനിയും ധാരാളം വേണം. അപ്പോൾ ചിന്തിക്കുക.
പിന്നെ രണ്ടാമത്തെ ടെൻഷനെ കൊണ്ടുവരുന്ന ഒരാളുണ്ട്, അയാൾക്കാണ് ടെൻഷനും. അയാൾ ഇബ്ലീസാണ്. അയാൾ പുറത്ത്